ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം. മൻസൂർ അല്ലേ? അതെ. ആ, പിന്നെ നിങ്ങളാണോ ഈ ഔലിയാക്കന്മാരെങ്ങനെ കളിയാക്കണ പിന്നെ മൻസൂർ മണ്ണാർക്കാട്? നിങ്ങൾ ആരാണ്? എന്താ പേര്? എന്റെ പേര് ജലീൽ എന്നാണ്. ജലീല്. ജലീൽ സാഹിബ് എവിടുന്ന് ആ, വിളിക്കണേ? ഞാന് ഇവിടെ മണ്ണാർക്കാട് നിന്നാണ്. മണ്ണാർക്കാട് മണ്ണാർക്കാട്. തന്നെയാണ്. അത് ആ, ശരി. ഞാൻ മണ്ണാർക്കാടാണല്ലോ. മണ്ണാർക്കാട് എവിടെ? മണ്ണാർക്കാട്. മണ്ണാർക്കാട് ഞാന് ഒരു നാട്ടില് ഭാഗത്തൊക്കെ ആയിട്ടാണ്. ആ നമ്മളെ നാട്ടില് മക്കാമ് ഔലിയ ബാപ്പാന്റെ ഒക്കെ അടുത്താണോ? ആ, അവിടെ തന്നെയാണ്. നിങ്ങളിങ്ങനെ ഈ ഔലിയാക്കളൊക്കെ ഇങ്ങനെ വല്ലാതെ കളിയാക്ക കാണാം. അത് ശരി. ഞാൻ ഏതാ ഔലിയനെ കുറ്റം പറഞ്ഞേ? നിങ്ങള് സി എം മടവൂരിനെ പറയും, അതേപോലെ എപ്പ നോക്കിയാലും ഈ സി എം മടവൂരിനെ തിന്നും കൊണ്ട് ആ അതേപോലെ എല്ലാ ഉലിയാക്കളും ഇങ്ങനെ പറയണാണോ. ആ നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് ജലീല്. ജലീല്. ജലീൽ സാഹിബേ, ഉം. സി എം മടവൂര് ഔലിയാണ് എന്നുള്ളത് നിങ്ങളെടുത്ത് ആരെയാ പറഞ്ഞേ? അതിപ്പോ എന്താ നമ്മള് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കണല്ലേ. അപ്പോ എന്താണ് ഔലിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഔലിയ വിശദീകരിച്ചത്. ഔലിയ എന്ന് പറഞ്ഞ എന്താ, പിന്നെ അള്ളാന്റെ ഔലിയാക്കള്. അതാണ്. ആ, നമുക്ക് സി എമ്മിന്റെ അവിടെ വെക്കട്ടെ. സി എം എന്ന് പറയുന്ന ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവി എന്ന മനുഷ്യനോട് എനിക്ക് ഒരു വ്യക്തിവിരോധവും ഇല്ല, വെറുപ്പുമില്ല. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ നിങ്ങൾ വ്യക്തിവൈരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മൂപ്പരെ പറയണത്? പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ജാറുണ്ടല്ലോ, ആ, നാട്ടില്. നാട്ടില്. ഉം, ആ ഉം. നാട്ടുകല്ലിൽ നാട്ടിയ കല്ലല്ലാതെ അതിലൊരു ഔലിയ ഔലിയ പോപ്പ് ഉണ്ടോ? ആ, അവിടെ ഉണ്ട്. അവിടെ കൊറേ മുമ്പ് ഞാനൊക്കെ കുട്ടിയാകുമ്പോ കേൾക്കൽ തുടങ്ങിയിരുന്നു. അല്ല, നിങ്ങൾ കുട്ടിയാകുമ്പോ കേൾക്കണല്ലേ ഉള്ളൂ. അതിന്റെ ഉള്ളില് ഒരു മനുഷ്യ ശരീരം മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ നമ്മളെ കുടുംബങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് എല്ലാരും പറഞ്ഞു പോരുന്ന ഒരു സംഭവമാണത്. അതെ. അപ്പോ അതിന്റെ ദലീൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാട്ടു നടപ്പ് കാക്കക്കാരന്മാര് പറഞ്ഞു പഠിപ്പിച്ചു. അതിനപ്പുറം ആ ജാറത്തിനുള്ളിൽ ഉള്ള വ്യക്തി ആരാണ്? അവിടുത്തെ കാളിയരൊക്കെ ഇത് കണ്ടുക്കണു എന്ന് പറഞ്ഞിരിക്കണു. അവിടുത്തെ മഹല്ല് കാളിയര് മൂപ്പരെ ഡയറക്റ്റ് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു കാലം മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നു. അതെ. എന്നാ ജലീൽ സാഹിബിന്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ. ഉം. അതായത് ഈ പള്ളിക്കാട്ടില് ഒരു കല്ലുണ്ടായിരുന്നു. ഉം. ഈ കല്ലിങ്ങനെ വളരുകയെന്നും പറഞ്ഞിട്ട് അതേ വൈക്ക പോയ ആരോ ഒരാൾ വടിയും കൊണ്ട് ആ കല്ലിനൊരു അടി അടിച്ചു. ഉം. ആ, കല്ലിനൊരു മമ്പുറം തങ്ങള്. മമ്പ്രം തങ്ങള് വടിയും കൊണ്ട് അടി അടിച്ചു. അടിച്ചപ്പോ അതിൽന്ന് ഒരു ചീളുണ്ട് തെറിച്ചു വീണു. ഉം. ആ തെറിച്ചു വീണ് ഇപ്പൊ റോഡ് പണി സമയത്താണ് അത് എടുത്തു മാറ്റിയത്. ഉം. അപ്പൊ അവിടെ നാട്ടി വെച്ചിട്ടുള്ള ആ കല്ലും ഈ തെറിച്ചു വീണ കല്ലും തമ്മിൽ വല്ല ബന്ധം ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നോ? അങ്ങനെ ചോദിച്ചാല് പക്ഷെ ഞാൻ അതല്ല പറയണത്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഞങ്ങള് ഇപ്പൊ അവിടെ കുട്ടികളാവുന്ന മുതല് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളെ വാപ്പക്കാരന്മാരായിട്ടൊക്കെ പറഞ്ഞു തരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങളത് കണ്ടിട്ട് ഇതിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞമ്മക്കും ഇങ്ങനെ ഓരോ ഇതൊക്കെ വരും മനസ്സില്. എനിക്ക് ഏകദേശം ഒരു 50% കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഉം. പക്ഷെ അതൊന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദേഷ്യപ്പെടും ഇതൊന്നും ചെയ്യാത്തത്. ഇല്ലല്ലല്ല. ജലീൽ ദേഷ്യപ്പെടാൻ സാഹിബ് വേണ്ടി വിളിച്ചതാണ്. പക്ഷെ നിങ്ങൾ ജലീൽ സാഹിബ് സംസാരിക്കുമ്പോ എനിക്ക് ജലീൽ സാഹിബ് എനിക്ക് വിളിക്കുന്ന ആളുകള് എന്നോട് എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞിട്ട് പിന്നെ മറുപടി പറയാൻ അനുവദിക്കാതെ ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ അവരെന്തോ ഒരു ആരോപണം പറയും, നമുക്കതിന് മറുപടി ഇല്ലാത്തൊരു രൂപത്തിലാക്കിയിട്ട് അതിനുവേണ്ടി പല ആളുകളും വിളിക്കാറുണ്ട്. എന്നും താങ്കൾ ഇതാ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ആരെടുത്തും അങ്ങനെ വെറുതെ ഒരു ദേഷ്യപ്പെടുന്ന ആളല്ല. ഞാൻ വീണ്ടും ജലീൽ സാഹിബിനോട് ചോദിക്കുന്നു, അവിടെ ഒരു മക്കാമുണ്ട്, അവിടെ ഒരു ജാറമുണ്ട്, ജാറത്തിന് പുറത്തായിട്ട് എവിടെ ആയിട്ടൊരു കല്ലുണ്ട്. അത് മീസാൻ കല്ല് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ജലീൽ സാഹിബ്, മീസാൻ കല്ലാണെന്നുണ്ടെങ്കിൽ ആ മക്കാമിന്റെ ചുമര് വെച്ചിരിക്കുന്നത് ഈ മൗലിയ പാപ്പാന്റെ മോത്തല്ലേവും. അത് ശരിയാണ്. അതായത് മീസാൻ കല്ല് കഴിഞ്ഞിട്ട് ചുമര് കഴിഞ്ഞിട്ട് ചുമരുമെന്നാണ് ജാറം പോണത്. സാധാരണ മീസാൻ കല്ല് തലഭാഗത്ത് ചേർന്നാണ് മീസാൻ കല്ല് ഉണ്ടാകുക. അവിടുന്ന് അങ്ങോട്ട് മയ്യത്തിന്റെ ഇതൊക്കെ എനിക്കും ഇങ്ങനെ ഡൗട്ട് തോന്നും. പക്ഷെ ഇത് ആളുകളോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണിത്. കാരണം ഇത് നമ്മളിപ്പോ ഞാനൊക്കെ വീട്ടിലിങ്ങനെ പറയാം, എന്റെ വീട്ടിലൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ ഖബറിന്റെ മുകളിൽ നാട്ടിയതാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാന്ന്. അപ്പോ
അങ്ങനെയൊക്കെ ഒരു സംഭവം എനിക്കുണ്ടായില്ല. അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് കൊണ്ട് ഒന്നും തോന്നരുത്. അങ്ങനെ ഒരു ആ ഡൗട്ടിന് വേണ്ടി വിളിച്ചതാണ്, അപ്പൊ ഞാനത് മനസ്സിലാക്കാൻ ഞാനൊരു വേണ്ടി കാര്യം പറയാം, വിളിച്ചതാണ്. ഞാൻ പറയാം ജലീൽ ഉം, സാഹിബ്. ആ ഉം, ഇതുപോലെ തന്നെയായിരുന്നു എനിക്കും സംഭവിച്ചത്. പക്ഷെ ഞാൻ ഉം, ഉസ്താമാരുടെ അടുത്തൊക്കെ ഈ സംശയം ചോദിച്ചപ്പോ എന്നെ ഒരു വഹാബിയാക്കി. ഉം, ഉം, ഞാൻ വഹാബിയായിട്ടൊന്നുമില്ല, ഞാനൊരു സുന്നിയാണ്. ഏത് സുന്നി? ഖുറാനും ഉം, സുന്നത്തും ഫോളോ ചെയ്യുന്ന സമസ്തക്കാരനല്ല. ഉം, അപ്പോ നമ്മളിവിടെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഉം, ഉം, മീശാൻ കല്ലുമെന്ന് വീണ ഉം, കല്ലല്ല അത് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. ഉം, ചവിട്ടരുത് എന്നൊക്കെ ബഹുമാന പുരസ്സരം റോട്ടിലിട്ടിരുന്ന കല്ല്. ഉം, ഉം, അപ്പൊ ആ കഥ അവിടെ നിൽക്കട്ടെ. രണ്ട്, ഉം, അതിൻ്റെ ഉള്ളിലൊരു മഹാനാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ഗൈബ് ഉം, അറിയുന്നവൻ അള്ളാഹുവാണ്. സൂറ ബക്കറ ഇസ്ലാമിയും കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ചാണ് പറയുന്നത്. ഉം, അപ്പോ അവിടെ മരിച്ചു കിടക്കുന്നത് ആരാണ് എന്നറിയണമെങ്കിൽ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അതൊരു ഔലിയാണോ ആരാണെന്ന് അറിയില്ല. ഉം. എന്നിട്ട് അവിടെ ആ ഒരു മീസാങ്കല്ലാണെന്ന് പറഞ്ഞിട്ട് മയ്യത്തിന്റെ മുഖത്ത് അല്ലെങ്കിൽ ആ മഹാന്റെ മുഖത്ത് ചുമരും വെച്ചിട്ട് അവിടെ പെട്ടിയും വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പൊ എന്റെ കണ്ണിലുള്ളത്. ഉം. ഇനി ഇതൊക്കെ എനിക്കിപ്പോ, ഞാൻ പ്രവാസിയായിരുന്നു, 2-3 വർഷം ഉം, ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും ഇങ്ങനെ തോന്നും, ഉം, ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ പറയുമ്പോ അവര് പറയുമ്പോ പാപ്പക്കാരന്മാരായിട്ട് ഇങ്ങനെയാണ് അതെ. എന്നൊക്കെ പറയും. അപ്പൊ അപ്പൊ അത് നിങ്ങളൊരു കാര്യം സംഭവം ചെയ്യും, ഡൗട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഉം, നിങ്ങൾക്ക് കറക്റ്റ് ആയത്ത് ഏതാന്നുള്ളത് ഈ ഫോൺ കട്ട് ഉം, ചെയ്തിട്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഈ വാപ്പക്കാരന്മാരെ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഉം. അറിയില്ലല്ലോ. അത് അവിടുത്തെ മഹല്ല് ഖാദി പറഞ്ഞിരുന്നു, ഞാൻ അല്ല അയാൾ മരിക്കുന്നതിന് അല്ല മുമ്പ് ഇങ്ങനെ അല്ല പറഞ്ഞു. അല്ല മഹല്ലുകാലിയുടെ ഒക്കെ മുമ്പേ മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞൊരു വാദാണിത്. പരിശുദ്ധ ആ, ഖുർആനിൽ അള്ളാഹ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഉം, ഉം. ഈ വാപ്പ കാരണവന്മാര് പറഞ്ഞത് കാരണം കൊണ്ട് അവർ ഇവരെ വിളിച്ചു തേടുകയും അതിന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും. ഇവര് ഖുർആന് പഠിപ്പിച്ചു തരുന്നില്ലേ, അതാണ് പ്രശ്നം. ഖുർആന്റെ അർത്ഥങ്ങളൊന്നും ഇവര് ഞങ്ങൾക്ക് മദ്രസിലൊന്നും ഇതിന്റെ അർത്ഥം, ഇപ്പൊ ഫാത്തിയുടെ പോലും എനിക്കറിയില്ല, അർത്ഥം അറിയില്ല. അപ്പൊ ആ ഈ ഖുർആന്റെ അർത്ഥം ഞങ്ങൾക്ക് പഠിക്കാൻ എന്താ മാർഗം? ഖുർആന്റെ അർത്ഥം പഠിക്കുവാൻ ഇന്ന് ഖുർആൻ ക്ലാസ്, അതായത് സമസ്ത വിഭാഗങ്ങൾ നടത്തുന്ന ഖുർആൻ ക്ലാസ്സിനോട് ഞാൻ അഭിപ്രായം എനിക്ക് നല്ലതല്ല. അല്ലാതെ തന്നെ ഇവിടെ നാട്ടില് വളരെയേറെ ആളുകൾ ഖുർആൻ ക്ലാസ്സുകളായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും ഓഫ്ലൈൻ മസ്ജിദുകളിലുള്ള ക്ലാസ്സുകളായിട്ടും, നിങ്ങളുടെ നാട്ടുകളിൽ തന്നെ ഒരു ആ വഴിയോരത്തൊരു മസ്ജിദ് ഉണ്ടല്ലോ. ഉം, ഉം, അവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഖത്തീബിനോടൊക്കെ ചോദിച്ചാൽ വ്യക്തമായിട്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള സാധ്യതയുണ്ടല്ലോ. ഉം. പക്ഷെ ഇപ്പോ അത് അത് നിങ്ങളുടെ അവിടെ ചോദിക്കുമ്പോ അവരും നിങ്ങളുടെ അവിടെ ദാവാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? നമ്മളവിടെ നാട്ടിലെങ്കുന്നുണ്ട്. ആ പിന്നെ ഒരു സലഫി മസ്ജിദ് ഉണ്ട്. ആ ഉം. ആ സലഫി ഇത് മസ്ജിദിന്റെ, അതായത് സംഘടനാ ബേസ്ഡ് അല്ല ഞാൻ പറയുന്നത്, ഉം, ഇത് സത്യസന്ധമായിട്ട് പഠിപ്പിക്കാൻ തയ്യാറുള്ള, ഉം, അതിന് KNM ആവട്ടെ, KNM മർക്കസ് ദാവ ആവട്ടെ, ഉം, അതുമല്ലെങ്കിൽ വിസ്ഡം ആവട്ടെ, ഇനി ഉം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഖുർആൻ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. മണ്ണാർക്കാട് ഉം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഖുർആൻ ക്ലാസ് ഉം, നടക്കുന്നത് എമറാൾഡ് ഉം, എന്ന് പറയുന്ന ആ ഉം, ഒരു ബിൽഡിങ്ങിലാണ്. അതിന്റെ ഉം, ആളുകളുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉം, വാങ്ങിത്തരാം. ഉം, പിന്നെ ഇത് ഖുർആനായിട്ട് നമുക്ക് വാങ്ങി വായിച്ച് ഉം, തഫ്സീറായിട്ടും പഠിക്കാനുണ്ട്. ഓരോ ആയത്തുകൾ, ഇപ്പൊ നിങ്ങൾ ഉം, ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞു, ഉം, നിങ്ങൾ പോണ ഏതൊരു മസ്ജിദ് ആവട്ടെ, ആ മസ്ജിദില് ഖുർആന്റെ ഉം, പരിഭാഷയുണ്ടെങ്കിൽ ഫാത്തിഹ ഉം. സൂറത്തിലെ 5-ാമത്തെ ഇനി നമ്മളെ ആയത്ത്. പള്ളിക്കൊന്നും ഇങ്ങനത്തെ പരിഭാഷകളൊന്നും കാണില്ല, അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുമില്ല നമ്മളെ പള്ളിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും. പക്ഷെ എനിക്ക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. ഞാനിപ്പോ നിങ്ങളെ നിങ്ങളോട് ദേഷ്യപ്പെടണം എന്ന് പറഞ്ഞ് കരുതി വിളിച്ചതാണ്. ഉം. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ അംഗീകരിച്ചു തരാനും തോന്നും. നിങ്ങൾക്കിപ്പോ നല്ല സംഭവം. എന്താ പറയാ, നിങ്ങൾക്കിപ്പോ ഈ നാട്ടുകളിൽ നിങ്ങൾ ആ മസ്ജിദിൽ പോയി എടുക്കാൻ, ഇപ്പൊ നാട്ടുകാർ ആരെങ്കിലും കണ്ട് നിങ്ങളെ വഹാബിയാക്കുന്നുള്ള ഭയമാണെങ്കിൽ നിങ്ങൾ ഉം, മണ്ണാർക്കാട് വന്നോളിയും. മണ്ണാർക്കാട് ഉം, മണലടി ഒരു സൽഫി ഉം, മസ്ജിദുണ്ട്, സംഘടന ഇല്ലാത്ത സൽഫി മസ്ജിദാണ്. അവിടെ ഉം, അമാനി തഫ്സീർ ഉണ്ട്. അതുപോലെ ഉം, തന്നെ ഇനി അതല്ല, സമസ്ത വിഭാഗത്തിന്റെ തഫ്സീർ വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലവും ഞാൻ പറഞ്ഞുതരാം. ഉം. മുജാഹിദ് അത് വിഭാഗത്തിന് അതെവിടെ കിട്ടല് അങ്ങനെ അത് സംഭവം? അത് പല മസ്ജിദുകളിലും ഉണ്ട്. ശരിക്കും എൻ്റെ നാടായ പുഞ്ചക്കോട് മസ്ജിദില് കൂട്ടനാടിന്റെ മലയാളം പരിഭാഷ ഉണ്ടായിരുന്നു. ഉണ്ടോ ഉം, നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം. ഒരു ദിവസം വന്ന് നിങ്ങൾ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമെങ്കിലും ഒന്ന് ഉം, നോക്കി പോകുകയാണെങ്കിൽ ആ ഉം, 5-ാമത്തെ ആയത്തുണ്ടല്ലോ, ഇയ്യാക്കന ഉം, അഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഉം, ഉം. അത് ഞാൻ ചോദിച്ചതാണ് ഒരു പ്രാവശ്യം. പക്ഷെ അതിൽ പറയുന്നുണ്ട്, പിന്നെ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നിന്നെ എന്നിട്ട് ഞാൻ അങ്ങനെ നിന്നെ ചിന്തിക്കും, മനസ്സിൽ ചിന്തിക്കും. ഉം, അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും, ഇതിപ്പോ ഈ കാണുന്ന മൂല്യന്മാരൊന്നും ഇപ്പൊ പൊട്ടന്മാരല്ലല്ലോ, ഇവരൊക്കെ ഉം, ഇപ്പൊ ഈ നല്ല വിദ്യാഭ്യാസം ഇവരൊക്കെ എല്ലാ ആൾക്കാരാണല്ലോ. ഉം, അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളിത് പറയും. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഉം,
വീട്ടിൽ പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് നബിദിനാഘോഷം ഒന്നും അവിടെ ഇല്ലല്ലോ എന്നൊക്കെ എന്റെ ഉമ്മാനോട് പറഞ്ഞു. മറ്റേ റബീഉൽ അവ്വൽ 12 ആയപ്പോ നബിദിനം പോലെ പരിപാടി ഒന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെ നമ്മളെ ഈ കേരളത്തിലൊരു വിഭാഗം മാത്രം ഇത് നടത്തണെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞു, അതിപ്പോ എന്താ നമ്മളിപ്പോ എന്താ അതൊക്കെ നോക്കണേ, അങ്ങനത്തെ രീതിയിലാണ് ഉമ്മയും സംസാരിച്ചത്. അപ്പൊ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ 50% എനിക്ക് ഇതാണ് സത്യം എന്ന് ബോധ്യമായിരിക്കണു. പക്ഷെ മറ്റേ നിങ്ങളിങ്ങനെ ഓരോ ഔലിയാക്കൾ ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ആയിക്കോട്ടെ. അപ്പൊ ഈ നാട്ടുകാലത്തെ അല്ലെങ്കിൽ എനിക്കും ഒരു വലിയൊരു പിന്നെ സംശയമുണ്ട്. കാരണം അയാൾക്ക് പേരില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ എന്റെ ചെറുപ്പത്തിൽ അയാൾക്ക് ഇസ്ഹാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ടിരുന്നു. പക്ഷെ അതൊരു 1.5 മാസം 2 മാസമൊക്കെ ഉണ്ടാകുന്നുള്ളൂ. ഈ ഇസ്ഹാക്ക് ഏത് കാലത്താണ് ജീവിച്ച് എന്നുള്ളത് ആർക്കും അറിയില്ല. അതുപോട്ടെ, ഇങ്ങോട്ട് മണ്ണാർക്കാട് വന്ന മണ്ണാർക്കാട്ടിൽ നിന്ന് കഷ്ടി ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്ററിന്റെ ഉള്ളില് വടക്കമണ്ണം മക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ജാറുണ്ട്. അതിലാരാ കിടക്കണെന്നുള്ളത് ആർക്കും അറിയില്ല. അവിടെ എന്താണ് ഒരാളുണ്ട് എന്നുള്ളതിന് തെളിവ് എന്ന് വെച്ചാൽ, അത് ഏതോ ഒരാള് അത് വഴി പോകുമ്പോ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ ഏതോ മഹാൻ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അതൊരു ജാറാക്കി പൊടിപൂരമാക്കി കൊണ്ടാടുന്നുണ്ട്. ഞാൻ അത് പോട്ടെ, നിങ്ങളുടെ പരിസരത്ത് തന്നെ അല്ലേ കമ്മസൂഫി എന്ന് പറയുന്ന ഒരു ജാറുണ്ടോ? അവിടെ അതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളിപ്പോ ഈ പറഞ്ഞു നോക്കുമ്പോ ഇപ്പൊ ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒരു എന്താ വരുന്നത്. അല്ലേ, ഈ കമ്മസൂഫിയുടെ അവിടെ ഒരു കഥ കേട്ടിരുന്നു. ആ ഭാഗത്ത് ഇനി കള്ള് എത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കഥ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം. അത് കുറെയൊക്കെ വിവരമുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ പനം വന്ന് 2 തരം പനുണ്ട്. കള്ള് കിട്ടുന്ന പനിയുണ്ട്, കിട്ടാത്ത പനിയുണ്ട്. പക്ഷെ അവിടുത്തെ പെണ്ണുങ്ങൾക്കാണൊന്നും തിരിയാത്തത്. ആണുങ്ങൾക്കൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ അറിയും. എല്ലാവർക്കും അറിയില്ല, കുറച്ച് ആളുകൾക്കൊക്കെ കാര്യം. പക്ഷെ ഈ സ്ത്രീകൾക്കാണ് ഒന്നും അറിയാത്തത്. അവര് പോയിട്ടാണ് ഇതിലൊക്കെ പോയിട്ട് പൈസ ഇടും. അതേപോലെ ചെരുപ്പിട്ട് കയറിയ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ കുറെ കള്ളങ്ങളൊക്കെ. ജലീൽ സാഹിബേ, ഞാനിപ്പോ ഒരു യാത്രയിലാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അള്ളാന്റെ ദീന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചതില് ഈ ഉസ്താദ്മാർ ഇത്രയും പഠിച്ചിട്ടില്ലേ, അവർക്ക് ഇത്രയും അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. സാധാരണ ഇസ്ലാമില് പൗരോഹിത്യല്ല. അള്ളാന്റെ റസൂല് ആടുമേച്ചിരുന്നു. പലതരത്തിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം ഖിലാഫത്തിന്റെ മേഖലയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കച്ചവടവും മറ്റുള്ള കാര്യങ്ങളുമായിട്ടാണ് പോയിരുന്നത്. അത് കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒരു പുല്ലുവെട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അവരായിരുന്നു ആ നാട്ടിലെ ഭരണാധികാരി, അവരായിരുന്നു ആ നാട്ടിലെ ഖാദി, അവരായിരുന്നു ആ നാട്ടിലെ ജഡ്ജി. അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിച്ച് അന്നത്തിന് വകയുണ്ടാക്കുകയും. സത്യം പറഞ്ഞാല് നിങ്ങളോട് ദേഷ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം കേൾക്കാൻ വേണ്ടി ആകുമ്പോ തിരിയുന്നുണ്ട് സംഭവം. അപ്പൊ ഞാൻ എന്തായാലും പിന്നെ ഭായിനെ വിളിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം, എന്റെ പേര് ജലീലൊന്നും അല്ല, പേര് ഞാൻ പിന്നെ പറഞ്ഞേ, വിളിച്ചിട്ട് പറഞ്ഞ. ഞാൻ ഫസ്റ്റ് നിങ്ങളെ വിളിച്ചപ്പോ ഇനിയിപ്പോ ഇതാകാൻ വേണ്ടിട്ട് വെറുതെ ജസ്റ്റ് പറഞ്ഞതാണ്. ഇനി വല്ല സീൻ എന്തായാലും ആകുമെന്ന് കരുതിയിട്ട്. അപ്പോ ജലീൽ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജലീലിൽ തന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇത് താങ്കളെ പോലെ ഒരുപാട് ആളുകൾ, ഒരു കാലത്ത് ഞാൻ നടന്നിരുന്ന ആ അവസ്ഥയിലാണ് താങ്കൾ ഇന്നുള്ളത്. താങ്കളെ പോലെ ഒരുപാട് ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ആരോട് ചോദിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നറിയാത്ത ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതി ഈ വോയിസ്, ഈ നമ്മൾ സംസാരിച്ചത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വിരോധം വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ പിന്നെ മറ്റേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പരാതിയൊന്നുമില്ല. നമ്മൾ അനാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല, സത്യസന്ധമായി സംസാരിച്ചിരിക്കും. കുഴപ്പമൊന്നുമില്ല, പരാതിയൊന്നുമില്ല. ഇഷ്ടമാണ്. കാര്യം ചെയ്യും. ഏതായാലും നിങ്ങൾ എനിക്ക് പെരുത്ത് ഇഷ്ടമായി. കാരണം ഞാനും ദേഷ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് സത്യം മനസ്സിലായി. പിന്നെ 50% 50-50 നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇടയ്ക്ക് ദേഷ്യപ്പെടണം തോന്നുമ്പോ വിളിക്കും. ഇനി കുറച്ച് ദേഷ്യം പെട്ടാലും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സംസാരിക്കാൻ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ.